ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിച്ചൻ 40 ഞാനിപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ചേർത്തലയിലാണ് കേട്ടോ. ചേർത്തലയിലെ നല്ല അടിപൊളി നാടൻ ഫുഡ് കിട്ടുന്ന ഒരു നല്ല അടിപൊളി തട്ടുകടയുണ്ട്. ഓമനക്കുട്ട ചേട്ടന്റെ തട്ടുകടയാണ്. നമ്മൾ ഇന്ന് അവിടെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടുത്തെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം. അവിടുത്തെ കൂടുതൽ കാഴ്ചകളിലേക്ക് നമ്മൾ പോവുകയാണ്. ചിക്കൻ കറി അപ്പോൾ നമ്മുടെ ഈ തട്ടുകടയിൽ നിന്ന് പോകുന്ന വഴിക്ക്, ജോലിയൊക്കെ കഴിഞ്ഞ് പോകുന്ന വഴിക്ക് 2 ചേച്ചിമാർ വന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ അവർ ഫുഡ് വാങ്ങാനായിട്ട് കയറിയാണ്. എന്താണ് ചേച്ചി ഓർഡർ ചെയ്തേക്കുന്നത്? പൊറോട്ടയും ചിക്കനും അല്ലേ? അപ്പോൾ ഇവിടെ വന്ന് നേരത്തെ വന്നിട്ടൊക്കെ ഉണ്ടോ? വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വന്ന് പൊറോട്ട ചിക്കന്. ഇങ്ങനെ ഇടയ്ക്ക് ഫുഡ് മാറി മേടിക്കുമോ, അതോ പൊറോട്ട തന്നെയാണ് എപ്പോഴും പറയുന്നത്? മാറി മാറി മേടിക്കും. അപ്പോൾ ഇന്ന് പൊറോട്ടയും ചിക്കനുമാണ് മേടിച്ചേക്കുന്നത്. അങ്ങനെയുണ്ട് ഇവിടുത്തെ ഫുഡിനെ പറ്റി പറയാൻ? നല്ല ഫുഡല്ലേ? ഇവിടെ ഇടയ്ക്ക് പാസ് ചെയ്യുമ്പോൾ വന്ന് വീട്ടിലേക്ക് പാഴ്സൽ കൊണ്ടുപോകാറാണ് ചെയ്യുന്നത് അല്ലേ? കഴിക്കാറുണ്ട്. ഇവിടെ വന്ന് കഴിക്കാറുമുണ്ട്, പാഴ്സലും കൊണ്ടുപോകും. അപ്പം വീട്ടിലുള്ളവർക്കൊക്കെ ഇഷ്ടമാണ് ഇവിടുത്തെ ഫുഡ്. നല്ലതാണ്. നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന ഒരു ടേസ്റ്റ് തന്നെയല്ലേ അല്ലേ? ഇഷ്ടപ്പെട്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് മേടിക്കാറുണ്ട്. വരും. പാഴ്സൽ വാങ്ങാൻ വന്നാ? ചേച്ചിയുടെ പേര് ജയശ്രീ. വീട് ഇവിടെ അടുത്ത് തന്നെ. അപ്പൊ അത് ഇവിടെ എന്നും വന്ന് കഴിക്കുന്ന ഒരാളാണ് മിക്കവാറും തന്നെ. എല്ലാ ദിവസവും വരുന്ന ഇവിടെ കട തുറന്നിട്ടുണ്ടെങ്കിൽ ഈ ചേച്ചി വരും. കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ ഫുഡിനെ പറ്റി ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? നല്ല ഫുഡാണ്. ഇന്നിപ്പോ എന്താ മേടിച്ചിരിക്കുന്നത്? ദോശയാണ്. അതിന്റെ കൂടെ ചമ്മന്തി. ഇവിടുത്തെ ചമ്മന്തി നല്ലതല്ലേ? നല്ലതാണ്. അതായത് 2 കൂട്ടം ചമ്മന്തി ഉണ്ട് അല്ലേ? മുളക് ചമ്മന്തി ഉണ്ട്, മറ്റേ തേങ്ങാ ചമ്മന്തി ഉണ്ട്. നല്ല ഇഷ്ടമല്ലേ? അപ്പൊ ഇവിടെ വന്ന് ഇടയ്ക്കിടയ്ക്ക് വാങ്ങാറുണ്ട്. അപ്പൊ മിക്കവാറും വന്ന് വാങ്ങാറുണ്ട്. അപ്പൊ വീട്ടിലേക്ക് എല്ലാവർക്കും വേണ്ടി ഇടയ്ക്ക് വന്ന് വാങ്ങിക്കൊണ്ട് പോകും. മേടിക്കുന്ന പിള്ളേർക്ക് ഇഷ്ടമാണ്. അല്ല, അതിന്റെ ഒരു ഞാൻ പറഞ്ഞ ചില നാടൻ കണ്ടില്ലേ, എല്ലാം നല്ല ലൈവായിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ ഇത് ഇലയിൽ പൊതിഞ്ഞാ തരുന്നത്. അപ്പൊ അതിന്റെ ഒരു ടേസ്റ്റ് കൂടെ വേറെ അല്ലേ? അപ്പൊ ഇടയ്ക്കൊക്കെ ഇവരെയും വന്ന്, പാവങ്ങളാണ് ഇവരെയൊക്കെ വന്ന് ഇതുപോലെ വന്ന് ചേച്ചിയെ പോലുള്ള ആൾക്കാർ സ്ഥിരം കസ്റ്റമറൊക്കെ വന്ന് മേടിക്കുമ്പോൾ ഇവരുടെ ഒരു ജീവിതമാർഗ്ഗമാണ് അല്ലേ? ശരിയാ, നടക്കട്ടെ. അപ്പോൾ നമ്മുടെ ഈ കടയുടെ ഓണറായ ഓമനക്കുട്ടച്ചേട്ടൻ ഇവിടെ ഉണ്ട്. ഇവിടെ തട്ടുകടയിലൊക്കെ ഓരോ ഭക്ഷണങ്ങളൊക്കെ അവർ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പൊറോട്ടയൊക്കെ ലൈവായിട്ടാണ്. ഇവിടെ എല്ലാം ലൈവായിട്ട് പൊറോട്ട, ദോശ, അങ്ങനെയുള്ള കുറെ ഐറ്റംസ് ഉണ്ട്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം. ഓമനക്കുട്ടച്ചേട്ടാ, ഇവിടെ തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര നാളായി? ഇവിടെ തുടങ്ങിയിട്ട് നമ്മൾ ആദ്യം തുടങ്ങിയത് ബോയ്സ് സ്കൂളിന്റെ വാതിക്കലാണ്. സ്കൂളിന്റെ വാതിക്കലായിരുന്നു. പിന്നെ അവിടുന്ന് നിങ്ങൾ ഇങ്ങോട്ട് ചേഞ്ച് ആയി. അവിടെ റോഡ് പണിയൊക്കെ നടന്നതിന് ശേഷം നമുക്ക് അവിടെ നിന്ന് ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞ കാരണം അവിടെ സ്പേസ് കുറവായി വന്നപ്പോൾ ഇങ്ങോട്ടത്തേക്ക് നിങ്ങൾ മാറിയതാണ്. എക്സ്റേ ആശുപത്രിയുടെ വടക്കേപ്പുറത്ത് കിഴക്കോട്ട് മാറി മൃഗാശുപത്രിയുടെ വളവിനാണ് ഇപ്പൊ. അതായത് എക്സ്റേ ജംഗ്ഷന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മൃഗാശുപത്രിയുടെ ഭാഗത്തേക്ക് വരണം അല്ലേ? അവിടെ ഫസ്റ്റ് വളവ് അല്ലേ? അപ്പൊ അവിടെയാണ് നമ്മുടെ ഈ കട സ്ഥിതി ചെയ്യുന്നത്. അപ്പോ ഇവിടെ ഇപ്പൊ നിങ്ങൾ ആയിട്ട് ഇപ്പൊ ഇങ്ങോട്ട് ചേഞ്ച് ആയിട്ട് ഇപ്പൊ എത്ര നാളായി? 2 വർഷമായി. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? എങ്ങനെയുണ്ട്? കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. കുഴപ്പമില്ല, നമുക്കത് കേട്ടാൽ മതി. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ വഴി 2-3 കുടുംബങ്ങളെങ്കിലും രക്ഷപ്പെടുന്നുണ്ടല്ലോ. കാരണം ജോലിക്ക് നിൽക്കുന്ന 2-3 പേരുണ്ടല്ലോ. അപ്പൊ അത് തന്നെ ഒരു വലിയ കാര്യമാണ്. നമ്മൾ ചെയ്യുന്ന നമ്മളാൽ കഴിയുന്ന രീതിയിൽ 2 പേർക്ക് ഒരു ജോലി കൊടുക്കുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. അപ്പം അത് പോട്ടെ, നമുക്ക് അവർക്കും ഒരു വരുമാനം, നിങ്ങൾക്കും ഒരു വരുമാനം. പിന്നെ ഇവിടെ വരുന്ന കസ്റ്റമർ എങ്ങനെയാ? നമുക്ക് സ്ഥിരമായിട്ട് വരുന്നവരാണോ അതോ യാത്ര ചെയ്ത് വരുന്നുണ്ടോ? സ്ഥിരമായിട്ട് വരുന്നവരുണ്ട്, ദൂരെ വരുന്ന ട്രാവൽ ചെയ്ത് വരുന്നവരും ഉണ്ട്, സ്ഥിരമായിട്ട് വന്ന് കഴിക്കുന്നവരും ഉണ്ട്. കാരണം ഈ നാട്ടിലുള്ള കുറെ ആൾക്കാർ ഇവിടെ സ്ഥിരമായിട്ട് വന്ന് കഴിക്കുന്നവരുണ്ട്. കൊല്ലത്തു നിന്നും എറണാകുളത്തു നിന്നൊക്കെ ഈ ബോയ്സ് സ്കൂളിലെ കട ആയിരുന്ന സമയത്തോട്ട് നിങ്ങളെ അറിയാവുന്നവരൊക്കെ ഉണ്ട്, തിരക്ക് പിടിച്ച് ഉണ്ട്. ഇപ്പൊ ഈ കട ചേഞ്ച് ആയാലും അന്വേഷിച്ച് നിങ്ങളുടെ പേര് പറഞ്ഞ് ഇവിടെ തപ്പിപ്പിടിച്ച് വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ കടയുടെ ആ ഒരു പേര് കൊണ്ടാണ് വരുന്നത്, ശരിയല്ലേ? കാരണം നിങ്ങൾ ഇത്രയും വർഷം ഇവിടെ ചെയ്ത ആ പണിയെടുത്തതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. കാരണം അവിടുന്ന് ചേഞ്ച് ആയാലും ഇവിടെ വന്ന ആൾക്കാർ കഴിക്കാൻ വരുന്നുണ്ടല്ലോ, അത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ്. കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാല് ആ മെയിൻ റോഡ് അവിടെയാണ്. ഈ ഇട റോഡിലേക്ക് കയറ്റിയിട്ടും നമുക്ക് നമ്മളെ കസ്റ്റമർ എല്ലാരും ചോദിച്ച് തിരക്കി പിടിച്ച് വരുന്നുണ്ട്. അത് തന്നെ വലിയ സന്തോഷം അല്ലേ? കാരണം നിങ്ങൾക്കൊരു ഉള്ളിലൊരു സംതൃപ്തി കിട്ടുന്നില്ലേ? കാരണം അവിടുന്ന് ചേഞ്ച് ആയാലും പഴയ ആൾക്കാർ നമ്മളെ തേടി പിടിച്ചു വരുന്നത്
നമ്മളുടെ ആ ഒരു സർവീസ് നല്ലതായതുകൊണ്ടാണ്. നിങ്ങൾ നേരത്തെ കൊടുത്ത ഫുഡിന്റെ ടേസ്റ്റ് ഒക്കെ പിടിച്ചിട്ട് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ ദേ ഇവിടെ ഫുഡ് കഴിക്കാനായിട്ട് നമുക്ക് ഇവിടെ ഒരു ചേട്ടനും ചേച്ചിയൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ചോദിക്കാം, അവരോട് ചോദിക്കാം. ചേട്ടാ, എവിടുന്നാ വരുന്നേ? വാരനാട്. വാരനാട്, അതെവിടെയാണ് സ്ഥലം? ചേർത്തല. പിന്നെ ഏത് റൂട്ടാ? ചേർത്തല തണ്ണീർമുക്ക റൂട്ടാ. ഓക്കെ. അപ്പോ ഇവിടെ ഇടയ്ക്ക് ഇതിലെ പാസ് ചെയ്യുമ്പോൾ കഴിക്കാറുണ്ടോ? ആദ്യമായിട്ട് ഫസ്റ്റ് വരുന്ന അല്ലേ? ഇവിടെ കണ്ടോണ്ട് കയറിയതാണ്. ഇതാണ് ഈ കൊല്ലം ഭാഗത്തു നിന്നൊക്കെ ഒരു പ്രാവശ്യം കഴിച്ചു പോയവര് പിന്നീട് കയറി വരുന്നത്. അപ്പൊ അതുമല്ല, പിന്നെ നാട്ടിലുള്ള ആൾക്കാരും ധാരാളം വരുന്നുണ്ട് അല്ലേ? ആ ചേട്ടാ, എന്താണ് പൊറോട്ടയാ കഴിക്കുന്നത് അല്ലേ? എങ്ങനുണ്ട്? സൂപ്പറാണ്. ചൂടോടുകൂടി കഴിക്കുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റാ. ആ, ഇവിടെ ഇടയ്ക്ക് വരാറുണ്ടോ? ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ വരും. ആ, അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഫുഡ് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ഇടയ്ക്ക് ഇതിലെ വരുമ്പോ കയറി കഴിക്കും. അപ്പൊ ഇവിടെ നമ്മുടെ ഫുഡ് എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്? നമുക്ക് ഇവിടെ മെയിൻ ആയിട്ട് കപ്പ മിക്സ് ആണ്. കപ്പ ബിരിയാണി എന്ന് പറയും. കപ്പ മിക്സ് എന്ന് പറഞ്ഞാൽ കപ്പ ബിരിയാണി അത് എന്താണ്? അതിന്റെ കപ്പയും ബീഫും കൂടി മിക്സ് ചെയ്യുന്നത്. കപ്പയും ബീഫും കൂടെ മിക്സ് ആക്കുന്ന കപ്പ ബിരിയാണി. ആ, നമ്മുടെ നാട്ടിൽ കപ്പ ബിരിയാണി എന്ന് പറയും. ചിലയിടത്ത് ഓരോ പേരില്ല അറിയപ്പെടുന്നത്. ആ, കൊള്ളി എന്നൊക്കെ പറയാം. ഓരോ സ്ഥലത്ത് ഓരോ പേരില്ല. അപ്പൊ പിന്നെ വേറെ എന്താ? പിന്നെ ഉള്ളത് നമ്മുടെ ദോശ, തട്ടുദോശ. തട്ടുദോശ, അതിനാണ് തട്ടുദോശയും ചമ്മന്തി സാമ്പാറും മുളക്. അതൊരു വല്ലാത്തൊരു ടേസ്റ്റ് തന്നെ അല്ലേ? അത് എവിടെ പോയാലും, ഞാനാണേലും ഇപ്പം നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ തിരുവനന്തപുരത്ത് പോയാലും കൊള്ളാം, മലപ്പുറത്ത് പോയാലും കൊള്ളാം, കോഴിക്കോട് പോയാലും എവിടെ പോയാലും നമ്മൾ ആദ്യം തപ്പുന്നത് ഒരു തട്ടുകടയാണ്. അവിടെ ചോദിക്കുന്നത് ഈ ദോശയുണ്ടോ എന്നാ ചോദിക്കുന്നത്, അല്ലെങ്കിൽ പൊറോട്ട. നമുക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് അതാണ്, പൊറോട്ടയോ ദോശയോ, അത് കഴിക്കാനാണ്. അപ്പൊ തട്ടുദോശയൊക്കെ ഇവിടെ എന്താണ് അതിന്റെ കൂടെ കൊടുക്കുന്നത്? എന്താണ്? തട്ടുദോശക്ക് ചമ്മന്തി ഉണ്ട്, മുളക് ചമ്മന്തി, തക്കാളി ഇട്ട മുളക് ചമ്മന്തി ഉണ്ട്, മറ്റേ സാധാ ഇത് ചമ്മന്തി, തേങ്ങാ ചമ്മന്തി അരച്ചതുണ്ട്, മുളക് ചമ്മന്തി ഉണ്ട്, അതൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന്റെ കൂടെ നമുക്ക് എക്സ്ട്രാ കറിയൊക്കെ എന്താണുള്ളത്? കറി ഉള്ളത് ബീഫ് ഫ്രൈ. ബീഫ് ഉണ്ട്, ബീഫ് ഫ്രൈ ഉണ്ട്. ബീഫ് കറിയാണോ? ബീഫ് റോസ്റ്റ് ആണ്. പിന്നെ ബീഫ് ഫ്രൈ ഉണ്ട്. ചിക്കൻ 65, ചിക്കൻ റോസ്റ്റ് ഉണ്ട്. ഇത്ര ഐറ്റങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇവിടെ ഓടിക്കുന്നത്. അതിന് നല്ല ആളും വരുന്നുണ്ട് അല്ലേ? ഇപ്പൊ നമ്മളിപ്പോ സന്ധ്യാസമയം ആകുന്നേ ഉള്ളൂ, സെറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ. എനിക്ക് മനസ്സിലായി. കാരണം എന്താ വെച്ചാൽ നിങ്ങളിപ്പം എല്ലാം ഇവിടെ ഉണ്ടാക്കി ഓരോന്ന് മാവൊക്കെ കുഴച്ച് എല്ലാം സെറ്റായി വരുന്നു. ലൈവായിട്ട് ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ വന്നപ്പോൾ നിങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാ ഞാൻ പറഞ്ഞത്, എല്ലാം ലൈവാണ് അല്ലേ? പൊറോട്ട ആണെങ്കിലും നമ്മൾ ലൈവ് ചെയ്യുന്നു, ചപ്പാത്തി ലൈവ് ചെയ്യുന്നു, ദോശ ലൈവ് ചെയ്യുന്നു. പിന്നെ കറികളൊക്കെ ആണെങ്കിലും നമ്മൾ ചൂടോടുകൂടി എല്ലാം റെഡി ആയിട്ട് ഇവിടെ ഫ്രഷ് ആയിട്ട് തന്നെ നമ്മൾ കൊടുക്കുന്നു. അതാണ് ആൾക്കാർക്ക്, അതാണ് ഈ തട്ടുകടയെ വന്ന് കഴിക്കുന്നതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രഷ് ആയിട്ട് ചൂടോടുകൂടി കഴിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ പറഞ്ഞ, ഞാനാണെങ്കിലും ഓരോ സ്ഥലത്ത് ട്രാവൽ ചെയ്യുമ്പം തട്ടുകട നോക്കി പോകുന്നത് എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് ചൂടോടുകൂടി കഴിക്കാം. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഈ ഓമനക്കുട്ടൻ ചേട്ടന്റെ തട്ടുകടയുടെ അടുത്ത് തന്നെ ഒരു ചെറിയ ഒരു ലോട്ടറി വിൽക്കുന്ന ഒരു ചേച്ചിയും കൂടെ ഉണ്ട്. ഇവിടെ കഴിക്കുന്നവരൊക്കെ ഈ ചേച്ചിയെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കാരണം എന്താ വെച്ചാൽ ചേച്ചിയുടെ മോനും ഒക്കെ ഉണ്ട്, അവരുടെ കുടുംബവും ഒക്കെ ഇതുകൊണ്ടാണ് ജീവിക്കുന്നത്. കച്ചവടമൊക്കെ ഉണ്ടോ ചേച്ചി? ഉണ്ട്. അപ്പൊ ഇവിടെ വരുന്ന ആൾക്കാരും നിങ്ങളുടെ ഇന്ന് ലോട്ടറി ഒക്കെ വാങ്ങുന്നുണ്ട്. ആ, അപ്പോ കച്ചവടമൊക്കെ നടക്കട്ടെ, ഉഷാറാകട്ടെ. ഇവിടെ വരുന്നവരും ഒക്കെ ചേച്ചിയുടെ ഇന്ന് ലോട്ടറി വാങ്ങും കേട്ടോ. ഞാൻ നമ്മുടെ പ്രേക്ഷകർ ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പൊ അവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. ഇവിടെ കഴിക്കാൻ വരുന്നവരും ഒക്കെ ഒരു ലോട്ടറി എങ്കിലും ഒക്കെ എടുത്ത് ഈ ചേച്ചിയെ കൂടെ ഒന്ന് സഹായിക്കാണ്ടില്ലേ? ചേച്ചിയുടെ മോനൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോ മോനെ എത്രയിലാടാ പഠിക്കുന്നത്? 4. പിന്നെ മോന്റെ പേര്? ശബരി. അപ്പൊ അതേ കണ്ടോ, നമ്മുടെ ചേച്ചിയുടെ മോനാ കേട്ടോ. അപ്പൊ ഇവരെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്ക് എവിടെ പോയാലും നമ്മൾ നല്ല ഭക്ഷണം കഴിക്കാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ കുറഞ്ഞ റേറ്റിൽ നല്ല ചൂട് ഭക്ഷണം കഴിക്കണമെങ്കിൽ ചേർത്തല ഭാഗത്ത് നിങ്ങൾ വരികയാണെങ്കിൽ, ചേർത്തലയിൽ വരികയാണെങ്കിൽ ഈ പറഞ്ഞ ഓമനക്കുട്ടൻ ചേട്ടന്റെ തട്ടുകടയിലേക്ക് വരിക. അപ്പോൾ സ്പോട്ട് ഒരിക്കലും നിങ്ങൾ മറക്കരുത്. ഈ പറഞ്ഞ
ഈ എക്സ്റേ ജംഗ്ഷന്റെ അവിടുന്ന് ഈ പറഞ്ഞ മൃഗാശുപത്രിയുടെയൊക്കെ അടുത്തായിട്ടാണ് ഈ പറഞ്ഞ കട. അപ്പൊ പേര് മറക്കരുത്. ഈ തട്ടുകട, ഇവിടെ ഒരുപാട് തട്ടുകടയുണ്ട്. അപ്പോൾ ഓമനക്കുട്ടൻ ചേട്ടന്റെ തട്ടുകടയാണ്. അപ്പൊ അവിടെ വന്ന് നിങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് നോക്കുക. അപ്പം നിങ്ങൾക്ക് നല്ല രുചികരമായ ഫുഡ് ഇവിടെ നിന്ന് കഴിക്കാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ നല്ല നാടൻ കറികളാണ്. നമ്മൾ വീട്ടിൽ എങ്ങനെ തയ്യാറാക്കുന്നു അതേ സ്റ്റൈലിലാണ് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചേർത്തലയിലൊക്കെ വരികയാണെങ്കിൽ ഫുഡ് കഴിക്കാൻ നിങ്ങൾ വേറൊരു സ്പോട്ട് അന്വേഷിച്ച് പോകണ്ട. വൈകുന്നേരമാണെങ്കിൽ ഈ പറഞ്ഞ ഫുഡിന്റെ സമയം എന്ന് പറയുന്നത് 5 മണി മുതൽ ഇവർ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ കടികളും ചായയും 3 മണിയോടുകൂടി സ്റ്റാർട്ട് ചെയ്യും. ഈ ഫുഡ് 5 മണിയോടുകൂടി സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഈവനിങ് സമയത്തൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫാമിലിയോടൊത്തൊക്കെ ആണെങ്കിലും ട്രാവൽ ചെയ്യുമ്പോഴാണെങ്കിലും ഫ്രണ്ട്സുമായിട്ടൊക്കെ ആണെങ്കിലും വന്നു കഴിഞ്ഞാൽ നല്ല ഫുഡ് കഴിച്ചു പോകാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നാളെ നമ്മൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.